ഞാൻ ബോംബെയിൽ നിന്ന് വരുവാണ്. ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വത്സ ജോസഫ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നതിന് എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയുന്നു, വചനം പറയുന്നത്. ഞാൻ 2019 ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് 10-20 വർഷമായിട്ടൊരു യൂട്രസ് സംബന്ധമായ ഫൈബ്രോയിഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലീഡിങ്, അതിഭയങ്കരമായ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പം ഓൺലൈനിലൂടെ അച്ഛൻ്റെ ധ്യാനം കൂടി കരഞ്ഞ് പ്രാർത്ഥിക്കും. നിയോഗം ഞാൻ എഴുതിയിടുമായിരുന്നു. അന്നേരമൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് അവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കണമേ എന്ന്. പക്ഷേ ബോംബെയിൽ നിന്ന് വരാനുള്ള സാഹചര്യമൊക്കെ ബുദ്ധിമുട്ടായത് കാരണം വരാൻ പറ്റില്ല. പക്ഷേ എങ്കിലും പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായി വരുവാനും ഉടമ്പടി എടുക്കാൻ സാധിച്ചു. അന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു, എൻ്റെ യൂട്രസ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പേടിയാണ്, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ എനിക്ക് ചെയ്യണ്ട, ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് എൻ്റെ രോഗം മാറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നെയും ബ്ലീഡിങ് ഒക്കെ കൂടി വന്നപ്പോൾ വീണ്ടും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണം. അങ്ങനെ പലവിധ ടെസ്റ്റുകളൊക്കെ നടത്തി, അങ്ങനെ DNC ഒക്കെ ചെയ്തു. ബയോപ്സി ചെയ്തപ്പോൾ റിപ്പോർട്ടെല്ലാം നോർമലായി. അതുകൊണ്ട് പിന്നീട് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചില്ല. കഴിഞ്ഞ 2 വർഷം വരെയും പല പ്രാവശ്യം ഹോസ്പിറ്റൽ ചെക്കപ്പിനൊക്കെ പോയി. ഇതുവരെയും ദൈവകൃപയാൽ ഓപ്പറേഷനൊന്നും ചെയ്തില്ല. യൂട്രസ് ഇവിടെ ഇപ്പോൾ എനിക്ക് മറ്റ് യാതൊരു അസ്വസ്ഥതകളും പ്രയാസങ്ങളൊന്നുമില്ല. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞു. അത് പരിശുദ്ധ അമ്മ വഴി, അമ്മയുടെ മധ്യസ്ഥതയിലാണ് എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് നാട്ടിലൊരു വീടില്ലായിരുന്നു. അപ്പോൾ ഒരു ഭവനത്തിന് വേണ്ടി നാട്ടിൽ വന്നാൽ കിടക്കാനും താമസിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിലെ ഒരു കുഞ്ഞു ഭവനം തരണമേ എന്നും പറഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 2020 ഞങ്ങൾക്ക് 2020 ഡിസംബർ 7 ഒരു കുഞ്ഞു ഭവനം പണിയാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നു. അങ്ങനെ 2021 ഭവന പണി പൂർത്തിയാക്കി വീട് വെഞ്ചരിച്ചു. ഞാനൊരു കുഞ്ഞു വീടിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. 1 മുറി അടുക്കളയും ഉള്ള ഒരു വീട്, പക്ഷേ 3 മുറിയും അടുക്കളയും ഉള്ള ഒരു വീടും മാതാവ് ഈശോ എനിക്ക് തന്നു. അതിനും അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ ജീവിത പങ്കാളി വിദേശത്ത് ജോലി ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ജോലി അങ്ങനെ സ്ഥിരമായിട്ട് ഒരു കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ജോലി നഷ്ടപ്പെടരുത്, വരുമാന മാർഗ്ഗങ്ങൾ നഷ്ടപ്പെടരുത്. ദൈവത്തിൻ്റെ കൃപയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതാലും ഇന്നുവരെയും ജോലിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇന്നുവരെയും തുടർന്ന് കൊണ്ടുപോകുന്നു. അതിനും അമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളെ ഞാൻ എല്ലാ കാര്യത്തിലും രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ വൃദ്ധസാധനങ്ങൾ ആശ്രമങ്ങളിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പേപ്പറാണേലും ഞാനിവിടെ വരുമ്പോഴെല്ലാം പേപ്പർ വാങ്ങിക്കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടാണെങ്കിലും വചനം വായിക്കും, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ ഈശോ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മോനെയാണ് കൂടുതൽ ഉദ്ദേശിച്ച് സാക്ഷ്യം പറയാൻ വന്നത്. അവൻ പഠിത്തത്തിലൊക്കെ വളരെ മോശമായിരുന്നു. എങ്കിലും എൻ്റെ നാണം കെടുത്തരുത് മാതാവ് 10ാം ക്ലാസ്സിൽ അവനൊരു മാർക്ക് തോൽക്കാതെ ജയിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷേ അവൻ ഡിസ്ട്രിക്റ്റിനോട് പാസ്സായി. +2 അങ്ങനെ തന്നെ അവൻ സയൻസ് എടുത്തു. ഞാനൊരു കൊമേഴ്സൊക്കെ എടുത്തെങ്കിലും പഠിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൻ സയൻസ് സബ്ജക്റ്റ് എടുത്തു. 78% അവന് അതിലും പാസ്സായി. അപ്പോൾ അവൻ എപ്പോഴും എക്സാമിനൊക്കെ പോകുമ്പോഴും എന്നെക്കാട്ടും കൂടുതൽ വിശ്വാസം അമ്മേ എനിക്ക് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുക, കാശുരൂപം കൊണ്ടേ അവൻ പോകത്തുള്ളൂ പരീക്ഷയ്ക്കൊക്കെ. അങ്ങനെയൊക്കെ അവന് എന്നെക്കാൾ കൂടുതലും വിശ്വാസമാണ്. ഇപ്പോഴാണ് ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവികമായിട്ടെല്ലാ ഈശോ മാതാവ് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. എത്ര പറഞ്ഞ ജീവിതത്തിൽ ഇന്നുവരെയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോയും അമ്മയും നടത്തി തന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അത് ഇവിടെ വന്ന് ഇങ്ങനൊരു സാക്ഷ്യം പറയാനുള്ള ഒരു ഒരുക്കത്തോടുകൂടിയൊന്നും അല്ല ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നു സാക്ഷ്യം പറയാനുള്ള ഒരവസരം എനിക്ക് ഈശോ തന്നു, മാതാവ് തന്നു. അതിന് അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകൂടി നന്ദി പറയുന്നു. ജപമാല റാലിക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയതാണ്. കോൺവെൻറ്റിൽ താമസിക്കുന്നു. അപ്പോൾ എനിക്ക് ഇന്നലെ ഇവിടുന്ന് പോരുമ്പോഴേ എനിക്ക് ശരീരമായിട്ട് എന്തോ പെട്ടെന്ന് അസുഖങ്ങൾ, കാലുവേദന, നടുവേദനയൊക്കെ ആയിട്ടാണ് വന്നതെങ്കിലും ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. റാലിയിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് വന്നത്. സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം എനിക്ക് ഈശോ തന്നതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകൂടി നന്ദി പറയുന്നു.